പ്രൈസ് ലോർഡ്. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. എന്നെക്കുറിച്ച് പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കായിട്ടും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ഇരിക്കുന്ന മിക്ക പേർക്കും ഞാൻ പരിചിതയാണ്, അതുകൊണ്ട് എന്നെ പരിചയപ്പെടുത്തേണ്ട പ്രത്യേക കാര്യമില്ല. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഈ രാവിലെ സമയം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് സംസാരിക്കാനായിട്ടാണ് എനിക്ക് നിയോഗം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വേഗത്തിൽ ദൈവവചന ഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ ദാസന്മാർ, കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ, സഹോദരങ്ങൾ, ഈ കോൺഫറൻസിൻ്റെ ആദ്യോടൊന്ന് സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഞാൻ ക്രിസ്തുവിൽ വന്ദനം പറയുന്നു. നമുക്ക് എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. നമുക്ക് വളരെ സുപരിചിതമായ ഒരു ദൈവവചന ഭാഗമാണ് എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ആമേൻ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ഈ പ്രഭാത സമയത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ രാവിലെ ഞങ്ങൾ ദൈവവചനവുമായിട്ട് ദൈവസന്നിധാനം അടുത്തു വരുന്നു. ഇന്ന് പകൽ കർത്താവേ, ഞങ്ങൾ ദൈവത്തിൻ്റെ വചനം ഭക്ഷിക്കാൻ ഞങ്ങൾ കൃപ നൽകണമേ. എല്ലാവരോടും ആത്മാവ് ഇടപെടണമേ. എല്ലാവരെയും ആത്മാവ് തൊടണമേ. ദൈവ സാന്നിധ്യം എല്ലാവരും അനുഭവിച്ചറിയാൻ ദൈവ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയ്ക്കുള്ള ഞങ്ങളെ മറയ്ക്കും. പ്രാർത്ഥനയുടെ ദൈവത്തിന് നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയ സഹോദരൻ ഷാൻചാൻ്റെ ഹൃദയത്തിനകത്ത് നാളുകളായുള്ള ആഗ്രഹവും പ്രാർത്ഥനയും തൻ്റെ അധ്വാനവുമാണ് ഈ കോൺഫറൻസ്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഈ കോൺഫറൻസിൽ വന്ന് സംബന്ധിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ ജാർഖണ്ഡിലേക്ക് കടന്നുപോയ സമയത്ത് ജാർഖണ്ഡിലേക്ക് പോകാതിരിക്കാനുള്ള എല്ലാ മാർഗവും അന്വേഷിക്കുകയും അതിനുവേണ്ടി നിരന്തരമായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. കാരണം തനിക്ക് ആ പ്രദേശത്തേക്ക് പോകുക എന്നുള്ളത് ആമേൻ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവം അവിടേക്ക് പോയി. അവിടേക്ക് പോയതിന് ശേഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഒരിക്കൽ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു: ആമേൻ വേഗത്തിൽ തിരിച്ചു വരുന്നുണ്ട്. ഏകദേശം 7 വർഷത്തോളം താൻ എവിടെയായിരുന്നു. ആമേൻ കുറച്ച് കാലത്തിന് ശേഷം വേഗത്തിൽ താൻ തിരിച്ചു വരുമെന്ന് എന്നോട് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ നാട്ടിൽ തിരിച്ചു വന്നിട്ട് എന്നാ ചെയ്യാനാണ്, അതുകൊണ്ട് ഞാൻ തിരിച്ചു വരത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ ആമേൻ ഞാൻ പറഞ്ഞു ഒത്തിരി നാൾ അവിടെ ഉണ്ടാകത്തില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് ആമേൻ പറഞ്ഞത് തികച്ചും 1.5 വർഷം കഴിഞ്ഞപ്പോൾ തനിക്ക് നാട്ടിൽ കടന്നു വരേണ്ട സാഹചര്യം വന്നു. ദൈവത്തിൻ്റെ എല്ലാറ്റിൻ്റെ പിന്നിലും ഒരു പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെയുള്ള കോൺഫറൻസുകൾ, ഹൃദയസ്പർശം പോലുള്ള പ്രോഗ്രാമുകൾ നടത്താനിടയായി തരുന്നത്. എൻ്റെ ജീവിതത്തെ ഏറ്റവും സ്വാധീനിക്കുകയും സ്പർശിക്കുകയും ചെയ്ത സാക്ഷ്യങ്ങളാണ് ഹൃദയസ്പർശത്തിലൂടെ കേട്ടുകൊണ്ടിരുന്നത്. ഞാൻ വടക്കേന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ആമൻ എല്ലാ ദിവസവും എൻ്റെ പ്രാർത്ഥനയിൽ വടക്കേന്ത്യയുണ്ട്. പക്ഷേ ആമൻ കൂടുതൽ വേദനയോടും ആഴത്തോടും സമർപ്പണത്തോടും പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് ഹൃദയസ്പർശം എന്ന പ്രോഗ്രാം ആമൻ കണ്ടതിന് ശേഷമാണ്. ആമൻ ഞാൻ 2 സാക്ഷ്യങ്ങൾ, എല്ലാ സാക്ഷ്യങ്ങളും എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ട്. പക്ഷേ 2 സാക്ഷ്യങ്ങൾ എൻ്റെ ഉറക്കത്തെ കെടുത്തിക്കളഞ്ഞതാണ്. കഴിഞ്ഞ ദിവസം രാത്രി നമ്മൾ കേട്ട പാസ്റ്റർ ബോസ്, അദ്ദേഹത്തെ ഏകദേശം എനിക്ക് തോന്നുന്നു 2 വർഷം കൊണ്ട് ഞാൻ പരിചയപ്പെട്ടു. പക്ഷേ നേരിൽ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം എനിക്കറിയത്തില്ല. പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഹൃദയസ്പർശത്തിൽ അദ്ദേഹം സാക്ഷ്യം പറഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെ രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ എൻ്റെ മനസ്സിനകത്തൂടെ ഇങ്ങനെ പോകുക, എൻ്റെ വീടിന് അതിരിലൂടെ കുപ്പി പറക്കുന്ന ഏതോ ഒരു സുവിശേഷകനെ ഞാനിങ്ങനെ കാണുകയാണ്. എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ഞാൻ തിരിഞ്ഞും പറഞ്ഞും കിടന്ന് എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അന്ന് ഞായറാഴ്ച ഞാൻ എൻ്റെ ചർച്ചിൽ പ്രസംഗിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ആമേൻ ഈ ദൈവത്തിൻ്റെ സാക്ഷ്യം, ദാസന്റെ സാക്ഷ്യം ഞാൻ സഭയിൽ പ്രസ്താവിച്ചു. കൂടുതൽ പ്രാർത്ഥിക്കാൻ ദൈവം എനിക്ക് അത് കരുത്ത് നൽകി. ജോസ് പാപ്പച്ചൻ പാസ്റ്ററും കുടുംബവും ജയിലിലേക്ക് പോയ ആ രാത്രിയും എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഞാനിങ്ങനെ ചിന്തിച്ചു, എൻ്റെ കൂട്ടാളിയോ എൻ്റെ സഹോദരനോ എൻ്റെ കുഞ്ഞോ ആണ് അവിടേക്ക് പോയതെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും അതിനോട് പ്രതികരിക്കുന്നത്. അങ്ങനെ ജീവിതത്തിൽ എന്നെ സ്പർശിച്ച, സ്വാധീനിച്ച ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട്. ഒത്തിരി ദൈവത്തിൻ്റെ ദാസന്മാരെ കാണാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരെയൊക്കെ ഇവിടെ വച്ച് കാണാനായിട്ട് ദൈവം അവസരം നൽകി. വേഗത്തിൽ ഞാൻ, എൻ്റെ സമയം വളരെ ചുരുക്കമാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ ദൈവവചന ഭാഗത്തിലേക്ക് പോകുകയാണ്. നാം ഇവിടെ വായിച്ചത്: ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. ഇവിടെ ലേഖനകർത്താവ് പറയുന്ന ഒരു കാര്യം, നാം ഒരു ഓട്ടക്കളത്തിലാണ്. നാം അവിടെ നിൽക്കുമ്പോൾ 2 കാര്യം പറയുന്നുണ്ട്. ഓട്ടക്കളത്തിൽ വന്ന് നിൽക്കുന്ന നിന്റെ മുൻപിൽ ഓടാനായിട്ടൊരു ട്രാക്കുണ്ട്. രണ്ടാമത് സാക്ഷികളുടെ വലിയൊരു
നിനക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. എന്താണ് അതിനർത്ഥമെന്നറിയാമോ? ഈ ഓട്ടക്കളത്തിൽ നീ വന്ന് നിൽക്കുമ്പോൾ ഓട്ടത്തിൽ നിന്ന് പിന്മാറ്റിക്കളയുന്ന, ഓട്ടക്കളത്തിൽ നിന്ന് നിന്നെ പുറകോട്ട് വലിക്കുന്ന, ഓടാൻ നിനക്ക് പ്രാപ്തിയില്ലെന്ന് പറയുന്ന, ആരോഗ്യമില്ലെന്ന് പറയുന്ന, അതിന് നിനക്ക് കരുത്തില്ലെന്ന് പറയുന്ന, അതിന് നിനക്ക് കഴിവില്ലെന്ന് പറയുന്ന, മുന്നോട്ട് പോയാൽ നീ തളർന്നു പോകുമെന്ന് പറയുന്ന ഒത്തിരി ആൾക്കാർ നിനക്ക് ചുറ്റും നിൽക്കുമ്പോൾ ഓടി ജയിച്ച ഒരു കൂട്ടം സാക്ഷികൾ അവിടെ നിന്നുകൊണ്ട് നമ്മെ നോക്കി പറയുക, കുഞ്ഞെ നീ ഓട് ഓട് ഓട്, നിന്റെ കരത്തിന് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞങ്ങളുടെ കരത്തിന് പിടിച്ചൊരു ദൈവം, ആമേ, ഞങ്ങളെ ജയത്തോടെ കൊണ്ടുവന്നൊരു ദൈവം, ആമേ, ഞങ്ങളെ ഈ ഓട്ടം പൂർത്തീകരിക്കാൻ ശക്തീകരിച്ച ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ് അവർ നമ്മളോട് പറയുക, മുന്നോട്ട് കുതിക്ക എന്ന് പറയുക. ആമേൻ. ക്രിസ്തുവിൽ പ്രത്യാശിക്കാനുള്ള ഒരു പ്രബോധനമാണ് എബ്രായർ ലേഖന കർത്താവ് പറയുന്നത്. എബ്രായർ ലേഖന കർത്താവ് എന്തിനാണ് ഈ ലേഖനം എഴുതുന്നതെന്നറിയാമോ? ആമേൻ. ആത്മീയമായി സമ്പന്നരായിരിക്കുന്ന, എല്ലാ സേഫ് സോണിലിരിക്കുന്ന ഒരു ജനത്തെ നോക്കിക്കൊണ്ടല്ല ഇത് എഴുതുന്നത്. നമ്മളെ പോലെ തന്നെ ക്രിസ്തീയ പീഡകൾ വർദ്ധിച്ചു കൊണ്ടുവന്ന ഒരു കാലത്തിൽ കഠിനമായ ശോധനകളുടെ, പരിശോധനകളുടെ ദൈവജനം കടന്നുപോയപ്പോൾ ചിലർ വിശ്വാസം ത്യജിച്ചു കളഞ്ഞു, ചിലർ നിരാശയുള്ളവരായി തീർന്നു, ചിലർ തളർന്നിരുന്നു പോയി. അങ്ങനെയുള്ള ജനത്തെ നോക്കിക്കൊണ്ടാ പറയുന്നത്, ആമൻ, ലേഖനകർത്താവ് ഇവിടെ പറയുന്നത്, ഓടി തികച്ച് ജയിച്ച ഒത്തിരി പേർ അവിടെ നിൽക്കുകയാ. അതുകൊണ്ട് നീയും ഓട്, നിനക്ക് കരുത്തുണ്ട്. ഇന്ന് പകൽ ദൈവാത്മാവ് നമ്മളോട് പറയുന്ന ഒരു കാര്യം, ഒരുപക്ഷെ നാമും ഈ ഓട്ടക്കളത്തിൽ വന്ന് നിൽക്കുമ്പോൾ തളർത്തിക്കളയുന്ന, ക്ഷീണിപ്പിച്ച് കളയുന്ന, മനസ്സിനെ മടിപ്പിച്ച് കളയുന്ന ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വരാം. സാമ്പത്തിക പ്രതിസന്ധികൾ വരാം, ആമേൻ, ഭാവിയെ കുറിച്ചുള്ള ചിന്താഭാരങ്ങൾ വരാം, ചില രോഗങ്ങൾ നമ്മളെ പിടിപെടാം. ആമേൻ, നമുക്ക് സാക്ഷ്യങ്ങൾ കേൾക്കുന്നത് പോലെ ഒരുപക്ഷെ ജയിലുകളിലേക്ക് നമ്മൾക്ക് പോകേണ്ടതായിട്ട് വരാം. ആമേൻ, ക്രിസ്തുവിന്റെ നാമനിമിത്തം ഒരുപക്ഷെ കല്ലേറുകൾ കൊള്ളേണ്ടതായിട്ട് വരാം, ചമ്മട്ടികൾ ഏൽക്കേണ്ടതായിട്ട് വരാം. ആമേൻ, ഈ ആമേൻ ഓടി ജയിച്ച ഒത്തിരി പേരെ കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് വിശ്വാസത്താൽ സിംഹങ്ങളുടെ വായടച്ചവരുണ്ട്, വിശ്വാസത്താൽ തീയുടെ ബലം കെടുത്തിയവരുണ്ട്. അതേ അധ്യായത്തിൽ ആമേൻ ആമേൻ ലേഖന കർത്താവ് പറയുന്നു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടവരുണ്ട്, വാളിനാൽ കൊല്ലപ്പെട്ടവരുണ്ട്. ആമേൻ, രക്ഷപ്പെട്ട ഒരു കൂട്ടരെ കുറിച്ച് പറയുമ്പോൾ അവിടെ കൊണ്ട് തീരുന്നതല്ല, ആമേൻ, ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളായി തീർന്നവരുടെ ചരിത്രം കൂടെ പറഞ്ഞിട്ട് അവരും അവിടെ നിന്നുകൊണ്ട് പറയാ, നീ ഓട്, നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ, മരണം ഒന്നേ ഉള്ളൂ. ആമേൻ ആമേൻ, ഒരു ധീരനായ, ഒരു ധീരയായ പടയാളിയെ പോലെ വേണം നീ ഓടാൻ. ആമേൻ, ഓട്ടക്കളത്തിൽ ഓടുന്ന ഒരു വ്യക്തിക്ക് അലസത പാടില്ല, ഓട്ടക്കളത്തിൽ ഓടുന്ന ഒരു വ്യക്തിക്ക് ആമേൻ ആമേൻ അധൈര്യം പാടില്ല, നിരാശ പാടില്ല, ഉത്കണ്ഠ പാടില്ല. ആമേൻ ആമേൻ, അതുകൊണ്ട് ആമേൻ ഓടണം. ആമേൻ, അവരുടെ കഷ്ടത ഒറ്റപ്പെട്ടതല്ലെന്നോ, ആമേൻ, അനേകർ ഓടി ജയിച്ചവരുണ്ടെന്നുമാണ് പറയുന്നത്. പലപ്പോഴും നമുക്ക് തോന്നാറില്ലേ നമ്മുടെ കഷ്ടതകൾ ഒറ്റപ്പെട്ടതാണെന്ന്? പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നു, പരീക്ഷകളിലൂടെയും പരിശോധനകളിലൂടെയോ മുന്നോട്ട് പോകുവാൻ തയ്യാറായി, നാം ഒരുക്കമുള്ളവരായി ആമേൻ നാം ഓടണോ. ആമേൻ, രണ്ട് കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഭാരം ചുമന്നുകൊണ്ട് ഓടാൻ പറ്റത്തില്ല, അത് ഓട്ടത്തിന്റെ വേഗത കുറയ്ക്കും. രണ്ടാമത് പറയുന്നുണ്ട്, പാപം ചുമന്നുകൊണ്ട് നിനക്ക് ഓടാൻ പറ്റത്തില്ല, അത് നിന്നെ ഒരിടത്ത് കുടുക്കിയിടും. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഭാരം ചുമന്നുകൊണ്ട് ഓടാൻ പറ്റത്തില്ലെന്ന്. ഭാരം ചുമന്നുകൊണ്ട് ഓടാൻ പറ്റത്തില്ലാത്തതുപോലെ, അത് വേഗത കുറയ്ക്കുന്നത് പോലെ പാപം നമ്മളെ ഒരിടത്ത് ബന്ധിച്ചിടും. അതുകൊണ്ട് ഇത് രണ്ടും കളഞ്ഞിട്ട് വേണോ ആമേൻ നമുക്ക് ഓടേണ്ടത്. ആമേൻ, നമ്മുടെ മുന്നിൽ വരുന്ന എല്ലാ തടസ്സങ്ങളെയോ ആമേൻ കളഞ്ഞിട്ട് വേണോ നാം ഓടാനായിട്ട് ഇടയായി തീരേണ്ടത്. വേഗത്തിൽ ഞാൻ പറഞ്ഞു പോകാം. ആമേൻ, അപ്പോസ്തലൻ പൗലോസ് ആയിരിക്കണം ഈ ലേഖനം എഴുതിയ ലേഖനകർത്താവ്. പുരാതന ഗ്രീസിലെ ഒരു മാരത്തൺ ഓട്ടത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പറയുന്നത്, ആമൻ, ഈ ഓട്ടം ദൈർഘ്യമേറിയ ഓട്ടമാണ്, വേഗത്തിൽ ഓടിത്തീർക്കാൻ പറ്റുന്ന ഓട്ടമല്ല. ആമൻ, കിലോമീറ്ററുകൾ ഓടണം. ആമൻ, ഈ ഓടുന്ന വ്യക്തിയുടെ കയ്യിൽ ഒരു കത്തിച്ച വിളക്ക് ആമൻ കൊടുക്കാറുണ്ട്. അതിനർത്ഥം ഈ വിളക്ക് അണയാതെ വേണം ഓടണം. ആദ്യം ഓടി മുന്നിലെത്തുന്നവനല്ല സമ്മാനം എന്ന് പറയുന്നത്, ആമൻ, കത്തിച്ച വിളക്ക് അണയാതെ ഓടി മുന്നിലെത്തുന്നവന്. ഇന്ന് പകൽ ദൈവാത്മാവ് നമ്മളോട് ചോദിക്കുകയാ, ദൈവം നമ്മുടെ കയ്യിലെല്ലാം ഒരു വിളക്ക് കത്തിച്ച് തന്നിട്ടുണ്ട്, എവിടെയെങ്കിലും ഒക്കെ വെച്ച് അത് അണഞ്ഞു പോയിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധികളുടെ നടുവിൽ, കഷ്ടതകളുടെ നടുവിൽ, ഒറ്റപ്പെടലുകളുടെ നടുവിൽ, അവഗണനകളുടെ നടുവിൽ ഒരുപക്ഷെ നമ്മളെ ആക്കിയിരിക്കുന്ന പ്രസ്ഥാനങ്ങളൊന്നും നമ്മുടെ കാര്യത്തിൽ വേണ്ടും പോലെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ലെന്നൊക്കെ തോന്നുമ്പോൾ അവൻ വല്ലാതെ നിരാശപ്പെട്ട് പിന്തിരിഞ്ഞു പോകാൻ ആമൻ നമുക്ക് തോന്നാറുണ്ട്. അവൻ പാതകൾ സുരക്ഷിതമല്ലാത്ത ഇടത്തുകൂടെ, കഠിനമായ വഴികളിലൂടെ, പരിവരുത്ത പ്രതലത്തിലൂടെ ആമൻ പതറാതെ ഓടണോ, ആമൻ നിൽക്കാതെ ഓടണോ. ആമൻ, ഇനി നമ്മളോടൊപ്പം ഓടുന്ന ആമൻ ചിലർ നമ്മളെക്കാൾ മുന്നേ ഓടിയിരിക്കുക. അവരെ നോക്കി അസൂയപ്പെട്ടുകൊണ്ട് നിന്നാൽ നമ്മുടെ ഓട്ടത്തിന്റെ വേഗത കുറയോ. നമ്മളോടൊപ്പം ഓടിയ ചിലരൊക്കെ വീണു പോകും. അവരെ വിമർശിച്ചുകൊണ്ട് അവിടെ നിന്നാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആമൻ ലക്ഷ്യത്തിലേക്ക് ഓടണോ. ആമേ, നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ട സ്ഥിരതയോടെ ഓടണോ. ആരെ നോക്കിക്കൊണ്ട് ഓടണോ? യേശുവിനെ നോക്കിക്കൊണ്ട് ഓടണം. അതുകൊണ്ട് പ്രായോഗിക ജീവിതം താളം തെറ്റാതെ ആമേൻ ഓടണോ. നമുക്ക് നമ്മൾ ആഗ്രഹിക്കണം. അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് പോലെ, ആമേൻ, എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ,
ഉള്ളൂ. പിൻപിലുള്ളതൊക്കെ മറന്ന് മുൻപിലേക്ക് ഞാൻ അയക്കുക. എന്തിനാണെന്നറിയാമോ? ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തപ്പെടാൻ. ഇന്ന് പകൽ ദൈവാത്മാവ് നമ്മളോട് ഈ പ്രഭാത സമയത്ത് പറയുന്ന ഒരു ദൂത്, ലക്ഷ്യം തെറ്റാതെ ഓടണം. ജീവിതം എത്ര കടുപ്പമുള്ളതാണെങ്കിലോ, പ്രതിസന്ധികളും വെല്ലുവിളികളും വലുതാണെങ്കിലോ, മനസ്സിടിഞ്ഞു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാലോ, ആമൻ ചിലപ്പോഴൊക്കെ നമ്മൾ തളർന്നു പോകുന്നുവെന്ന് തോന്നിയാലോ, ആമ കരത്തിന് പിടിക്കുന്ന, എഴുന്നേൽക്കെന്ന് പറയുന്ന, തട്ടി ഉണർത്തുന്ന, ഉണർത്തി ആമ മുന്നോട്ട് പോകുന്ന പറയുന്ന ഒരുവൻ നമ്മളോട് കൂടെയുണ്ട്. അവിടെ നമ്മളോട് പറയും, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. അപ്പോസ്തലൻ പൗലോസ് ഒരു പ്രതിസന്ധിയിലാകപ്പെട്ടു. നമ്മൾക്കറിയാം, ആമ താൻ വല്ലാതെ ഭാരപ്പെട്ടു. ഒരാളും തന്റെ ജീവിതത്തിൽ ആമൻ കൂടെയില്ല. പക്ഷേ അന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പൗലോസിന്റെ അടുക്കൽ വന്നിട്ട് പൗലോസിനോട് പറയാ, പൗലോസേ നീ ഭയപ്പെടേണ്ട. ആമൻ എല്ലാവരും മാറിപ്പോകുമ്പോ, ആമ ചില സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോ, ആർക്കും നമ്മളെ സഹായിക്കാൻ കഴിയാതെ തികച്ചും ഏകാന്തതയുടെ നടുവിൽ എത്തപ്പെടുമ്പോ നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന്, അത് കാരാഗ്രഹമാകട്ടെ, ചൂരച്ചെടിയുടെ തണലാകട്ടെ, ആമൻ അത് മരുഭൂമിയാകട്ടെ, അത് വരണ്ട നിലമാകട്ടെ, അവിടേക്ക് വന്നിട്ട് നമ്മളോട് പറയും, കുഞ്ഞേ നീ എഴുന്നേൽക്ക്. ആമ തളർന്നിരിക്കേണ്ടവരല്ല, ഇനിയും നിനക്ക് ഓടുവാനുണ്ട്, ഇനിയും നിനക്ക് ഓടുവാനുണ്ട്. ഓടിപ്പോയ ഒത്തിരി പേർ നമ്മുടെ മുൻപിലുണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. 1952 ജൂലൈ മാസം 4-ാം തീയതി ആമേൻ 32 വയസ്സുള്ള ഫ്ലോറൻസ് എന്ന് പറയുന്ന ഒരു യുവതി, അവള് ആമേൻ കാറ്റലിൻ ഐലൻഡിൽ നിന്നും കാലിഫോർണിയ തീരത്തേക്ക് നീന്താനായിട്ട് ആഗ്രഹിച്ചു. ആമൻ ആ ഐലൻഡിന്റെ ഒരു പ്രത്യേകത, തിമിംഗലം മുതലായോ ധാരാളം ജീവികൾ ആ ജലത്തിനകത്തുണ്ട്. ചില പ്രത്യേക സന്ദർഭങ്ങൾ കാറ്റാഞ്ഞടിച്ചാൽ ആ വെള്ളം വേഗത്തിൽ ഐസായി പോകാൻ സാധ്യതയുണ്ട്. ഇവൾക്ക് 50 കിലോമീറ്റർ നീന്തണം. ഒരു പ്രാവശ്യം ഇവൾ നീന്താൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു പോയി. പക്ഷെ അവൾ വേഗത്തിൽ തൊട്ടടുത്ത മാസം തന്നെ നീന്താനായിട്ട് അവൾ വന്നു. ഒത്തിരി പേർ അവളോട് പറഞ്ഞു, നിനക്ക് നീന്താൻ കഴിയത്തില്ല, നിനക്ക് 50 കിലോമീറ്റർ നീന്തി കയറാൻ പറ്റത്തില്ല. കാരണം വെള്ളം എപ്പോഴാണ് ഐസാകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല, എപ്പോഴാണ് ജലത്തിലുള്ള ജീവികൾ നിന്നെ ആക്രമിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല, നിന്റെ ജീവൻ പോലും നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. പ്രതിസന്ധികൾ പലതും പറഞ്ഞവളെ മനസ്സിലാക്കാൻ ആൾക്കാർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അവൾ പിന്തിരിയാൻ തയ്യാറായില്ല. അവൾ വേഗം മുന്നോട്ട് നീങ്ങി. അവൾ നീന്താനായി തയ്യാറായി. അവളോടൊപ്പം ഒത്തിരി സുരക്ഷാ ഭടന്മാർ അവളോടൊപ്പം ബോട്ടിൽ യാത്ര ചെയ്തു. അപ്പോൾ അവളുടെ അമ്മ പറഞ്ഞു, അവരോടൊപ്പം പോകുന്നവരുടെ കൂട്ടത്തിൽ, സുരക്ഷാ ഭടന്മാരുടെ കൂട്ടത്തിൽ ഞാനും വരുന്നുണ്ട്. ഒരു കാര്യം അവിടെ നിന്നുകൊണ്ട് പറയാ, ഒരു അമേരിക്കൻ പൗരന് ആ രാജ്യം കൊടുക്കുന്ന ജീവന്റെ വിലയ്ക്ക് വിലയുണ്ടെങ്കിൽ, സ്വർഗത്തിലെ ദൈവത്തിന്റെ മക്കളായ നമ്മൾ ഏത് സാഹചര്യത്തിലൂടെ പോയാലോ ആഴിയം നോർക്കാതെ, ആഴമരായാതെ, അലകൾക്ക് തെല്ലും ഭയപ്പെടാതെ, ദൈവ ശബ്ദം കേട്ട് കാല് മുന്നോട്ട് വെച്ച നമ്മളെ സംരക്ഷിക്കാൻ എപ്പോഴും ദൂതന്മാരെ കൽപ്പിച്ചാക്കുന്നവനാണ് നമ്മുടെ ദൈവമെന്ന ആത്മാവ് ഇന്ന് രാവിലെ സമയം നമ്മളോട് പറയുക. അവൾ മുന്നോട്ട് കുതിച്ചു. അവളുടെ അമ്മ മേരിയും അവളെ അനുഗമിച്ചു. തീരെ മടിക്കാറായപ്പോ പ്രകൃതി പ്രതികൂലമായി വെള്ളം ഐസാകാൻ തുടങ്ങി. അവളുടെ കാലുകൾ കുഴയാൻ തുടങ്ങി. അവളുടെ കൈകൾ തളർന്നു. അവൾ ഉറക്കെ കരയാൻ തുടങ്ങി. അവൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അമ്മേ എനിക്കൊട്ടും വയ്യ, എനിക്ക് മുന്നോട്ട് പോകാൻ കരുത്തില്ല, ഞാൻ ക്ഷീണിതയാണ്. പക്ഷെ അവളുടെ അമ്മ തല ഉയർത്തി നോക്കിയപ്പോ തീരം അവളുടെ അമ്മ കണ്ടു. ബോട്ടിൽ നിന്ന് അമ്മ തല ഉയർത്തി നോക്കിയപ്പോ തീരം കണ്ടു. അവളെ മേരി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഫ്ലോറൻസ്, നീ വിചാരിച്ചതിനേക്കാൾ തീരം ഏറ്റവും അടുത്തിരിക്കുന്നു, നീ വിചാരിച്ചതിനേക്കാൾ തീരം ഏറ്റവും അടുത്താണ്. അതുകൊണ്ട് ഒത്തിരി നീന്താനില്ല. നീ ഇവിടെ വെച്ച് പരാജയപ്പെട്ട് പിന്തിരിഞ്ഞാൽ നീ എന്നത്തേക്കുമായി പരാജയപ്പെട്ടു പോയി. അതുകൊണ്ട് മുന്നോട്ട് കുതിക്കുക, നിനക്ക് കഴിയുമെന്ന് പറഞ്ഞു. അവൾ വേഗം മുന്നോട്ട് പോയി. അമ്മ പറഞ്ഞു, പിന്മാറരുത്, മുന്നോട്ട് കുഞ്ഞെ, മുന്നോട്ട് എന്ന് പറഞ്ഞു. അവൾ മുന്നോട്ട് കുതിച്ചവൾ കയറി. മീഡിയൊക്കെ അവളെ വളഞ്ഞു. അവളോട് ചോദിച്ചു, ആ വെള്ളം ഐസായ സമയത്ത് നിന്റെ കാലുകൾ കുഴഞ്ഞില്ലേ? അവൾ പറഞ്ഞു, കുഴഞ്ഞു. നിന്റെ കൈകൾ തളർന്നില്ലേ? തളർന്നു. നിനക്ക് മരണഭയം ഉണ്ടായില്ലേ? ഉണ്ടായി. മുന്നോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് നിനക്ക് തോന്നിയില്ലേ? തോന്നി. പിന്നെ നീ എന്തുകൊണ്ടാണ് നീന്താൻ തുടങ്ങിയത്? അവൾ പറഞ്ഞു, എൻ്റെ അമ്മ അവിടെ നിന്നോട്ട് വിളിച്ചു പറഞ്ഞു, തീരം നീ വിചാരിച്ചതിനേക്കാൾ ഏറ്റവും അടുത്ത തീരം ഞാൻ കണ്ടിട്ടില്ലെങ്കിലോ ഒരു കാര്യം എനിക്ക് ഉറപ്പായിരുന്നു, തീരമുണ്ടേ എന്ന് ഞാൻ അറിഞ്ഞു. ഇന്ന് പകൽ ദൈവം നമ്മളോട് പറയുക, കുഞ്ഞേ, തീരം നമ്മൾ കണ്ടിട്ടില്ലെങ്കിലോ തീരം ഏറ്റവും അടുത്തിരിക്കുന്നു. നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കുന്ന, നമ്മുടെ വേദനകളെ മാറ്റുന്ന, സകല പ്രതിസന്ധികളെ എടുത്തു മാറ്റുന്ന, നമ്മെ മാർവോട് ചേർത്തടയ്ക്കുന്ന ആ നല്ല സുദിനം ഏറ്റവും അടുത്തിരിക്കുകയാ. അതുകൊണ്ട് പലപ്പോഴും പല പ്രിയപ്പെട്ടവർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. തീരത്തോടടുക്കുമ്പോൾ ഓട്ടം നിർത്തോ. നമ്മളങ്ങ് കിരീടം പ്രാപിക്കാനുള്ള അവസാന പോയിന്റിൽ എത്തുമ്പോ പലപ്പോഴും നമ്മൾ ഓട്ടം നിർത്തുന്നവരാ. ഇന്ന് പകൽ അവളുടെ വാക്കുകൾ വളരെ പ്രസിദ്ധമാ.
അവൻ ഇന്നും അവളുടെ വാക്കുകൾ അവൻ പറയാറുണ്ട്, തീരം കണ്ടിട്ടില്ലെങ്കിലോ തീരമുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. ഇന്ന് പകൽ ദൈവാത്മാവ് നമ്മളോട് പറയുന്നത്, ദൈവം നമ്മുടെ ദൈവമാ, നമ്മുടെ കണ്ണുനീരൊക്കെയും തുടയ്ക്കുന്ന ഒരു ദിവസം, നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കാൻ മാത്രമല്ല നമ്മെ മാർവോട് ചേർത്തടയ്ക്കുന്ന ഒരു ദിവസം. അവൻ പാട്ടുകാരൻ പറയുന്നില്ലേ, അവൻ വരുന്ന നാളിൽ എൻ്റെ കരം പിടിച്ച് തൻ്റെ മാർവോടണച്ചിടോ. അവൻ ആ സുദിനം നമ്മൾ ഓർത്തു നോക്കിക്കേ. ഞാൻ പലപ്പോഴും പാടി ആശ്വസിക്കുന്ന ഒരു പാട്ട്, ഒരുപക്ഷേ നമ്മുടെ ഈ തലമുറയിൽ കർത്താവ് വന്നാൽ നമ്മെ മാർവോട് ചേർത്തടയ്ക്കുന്ന ഒരു ദൈവം, നമുക്ക് വേണ്ടി കിരീടങ്ങളെ ഒരുക്കി വെച്ച് കാത്തിരിക്കുന്ന ഒരു ദൈവം. ദാനിയേലിനോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, ദാനിയേലേ നീയോ അവസാനം വരുവോളം പോയിക്കൊള്ളുക, നീ വിശ്രമിച്ച കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരോ. അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അവർക്കാ നീതിയുടെ കിരീടം. ആർക്കാ നീതിയുടെ കിരീടം? പോരാടിയവർക്കല്ല, ചട്ടപ്രകാരം പോരാടിയവർക്ക്, നിയമം അനുസരിച്ച് പോരാടിയവർക്ക്, പിന്മാറാതെ ഓടിയവർക്ക്, അവർക്കാണ് കിരീടം എന്നുള്ളത്. ദൈവം നമ്മളോട് പറയുന്നു, നമ്മളെല്ലാം ഒരു ഓട്ടക്കളത്തില. എങ്ങനെയും ഓടിയാൽ കിരീടം ലഭിക്കത്തില്ല. എങ്ങനെയും ഓടിയാൽ കിരീടം ലഭിക്കത്തില്ല. ഇവിടെ നമുക്ക് ഒത്തിരി സാക്ഷ്യങ്ങൾ പറയാൻ കാണോ, കഷ്ടതകളുടെ ഒത്തിരി വേദനകളുടെ ഒത്തിരി കാര്യങ്ങൾ പറയാൻ കാണോ. പക്ഷേ വിളക്കണഞ്ഞു പോയിട്ടുണ്ടോ എന്ന് സ്വയം ഒന്ന് ശോധന ചെയ്യണോ. എവിടെയെങ്കിലും ഒക്കെ തളർന്നിരുന്നിട്ടുണ്ടോ? വിളക്ക് കെട്ടുപോയിട്ടുണ്ടോ? സ്വയം ഒന്ന് ശോധന ചെയ്യണോ. പ്രിയമുള്ളവരെ, ദൈവം നമ്മളോട് ഇന്ന് രാവിലെ പറയുന്നത്, തീരമുണ്ട്, അതേറ്റവും അടുത്തു വന്നിരിക്കുകയാ, അതേറ്റവും അടുത്തു വന്നിരിക്കുകയാ. അത് നാം പ്രാപിക്കാൻ പോകുക, അത് നമ്മൾ കാണാൻ പോകുക. യേശു ക്രിസ്തു നമുക്ക് നൽകിയ ഏറ്റവും അതിമഹത്തായ, ഏറ്റവും അതിപ്രധാനമായ വാഗ്ദത്തം എന്ന് പറയുന്നത്, ആമേൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കാൻ പോകുക. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന അതേ ഇടത്ത്, എവിടെയാണോ എൻ്റെ യേശുനാഥൻ ഇരിക്കുന്നത്, അതേ ഇടത്ത് അവിടുന്ന് നമ്മളെ ഇരുത്തും. ദൈവത്തിന്റെ വചനം പറയും, ദൈവത്തിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് അത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യനെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അതൊരു ഭൗതികമായ നന്മയെ കുറിച്ച് പറയുന്ന ദൂതല്ല. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യവാസ സ്ഥലത്തെ കുറിച്ചുള്ള ദൂത. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്ഷീണിച്ചു പോകരുത്, തളർന്നു പോകരുത്, അധൈര്യപ്പെട്ടു പോകരുത്. ഓടുക മുന്നോട്ട്. വിശ്വാസത്തിന്റെ നായകനു പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തളർത്തിക്കളയുന്ന സാഹചര്യങ്ങളെ ജയിക്കുക, ജഡത്തിന്റെ ഇഷ്ടങ്ങളെ ജയിക്കുക, പ്രതിസന്ധികളെ ജയിക്കുക, പ്രതികൂലങ്ങളെ ജയിക്കാൻ ആത്മാവിന്റെ ബലം നമ്മൾ ഏറ്റെടുക്കണം. ഈ കോൺഫറൻസ് വിജയകരമായി ഓടാൻ നമ്മെ കരുത്തുള്ളവരാക്കുന്ന ഒരു കോൺഫറൻസ് ആയി മാറട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും ജീവിതത്തിൽ ക്ഷീണിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, മനസ്സ് മടുത്തിരിക്കുന്നുണ്ടെങ്കിൽ, ഒറ്റയ്ക്കായി പോയെന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ, ദൈവം പറയുന്നു, ചേർത്ത് പിടിക്കുന്ന ഒരു അപ്പൻ നിന്റെ കൂടെയുണ്ട്, മാർവോട് അണയ്ക്കുന്ന ഒരു അപ്പൻ നിന്റെ കൂടെയുണ്ട്, ഭയപ്പെടേണ്ടെന്ന് പറയുന്ന ഒരു അപ്പൻ നിന്റെ കൂടെയുണ്ട്. ഏത് പ്രതിസന്ധിയിലും ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരപ്പൻ നിനക്ക് കൂടെയുണ്ട്. അതുകൊണ്ട് വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ ദൈവം നമ്മളെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അവസരം നൽകി തന്ന പ്രിയപ്പെട്ടവരോട് നന്ദി പറയുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ.